ശാശ്വത ഭവനത്തിലേക്കുള്ള എളുപ്പവഴി എന്താണ്? ഉഹദ് യുദ്ധം നടക്കുകയാണ്. ഒരു അഅറാബി വന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹി, അല്ലാഹുവിന്റെ റസൂലേ, ലാ തംനഅനി ദുഖൂലൽ ജന്നഹ്, സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഒരു അവസരം എനിക്ക് നഷ്ടപ്പെടുത്തരുതേ നബിയെ, എനിക്കങ്ങ് തടസ്സമാവരുത്, എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം, സ്വർഗത്തിലേക്ക് പോകണം. യാ അല്ലാഹ്, യുദ്ധം നടക്കാൻ പോവാൻ. ലാ തംനഅനി ദുഖൂലൽ ജന്ന, സ്വർഗപ്രവേശം നബിയെ എനിക്കങ്ങ് തടഞ്ഞു വെക്കരുതേ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അയാൾ പറയുന്നു, ഫവല്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ലഅദ്ഖുലന്നൽ ജന്ന, അല്ലാഹുവിനെ തന്നെയാണ് സത്യം നബിയെ, ഞാൻ സ്വർഗത്തിലേക്ക് കടക്കുക തന്നെ ചെയ്യും, എന്നെ തടഞ്ഞു വെക്കരുതേ, എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം. ഒരു അറാബിയാണ് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിച്ചു. ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ബിമ തദ്ഖുലുൽ ജന്ന, എന്തുകൊണ്ടാണ് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നത്? സ്വർഗത്തിലേക്ക് പോവാനുള്ള എന്ത് കാരണമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ബിഖസുലതൈൻ, രണ്ട് ഗുണങ്ങളുണ്ട് നബിയെ, എൻ്റെ കയ്യിൽ രണ്ടെണ്ണമുണ്ട്. ബി അന്നീ ഉഹിബ്ബുല്ലാഹ വറസൂലഹു, ഒന്നാം ഞാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്നു നബിയെ. വലാ അഫിറു യൗമസ്സഹഫ്, സൈന്യങ്ങൾ കണ്ടുമുട്ടുമ്പോൾ, ഇസ്ലാം ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ, ഒരു യുദ്ധം അനിവാര്യമായി വരുമ്പോൾ, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഒരിക്കലും ആ യുദ്ധക്കളം വിട്ട് ഓടിക്കളയുകയില്ല, ഞാൻ ധൈര്യമായി മുന്നിൽ നിൽക്കും. ഈ രണ്ട് ഗുണങ്ങളുണ്ട്. ബിഖസുലതൈൻ, ആ രണ്ട് ഗുണങ്ങളാൽ സ്വർഗം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നബിയെ. ആ സ്വർഗപ്രവേശത്തിന് ഞാനുണ്ട്, ഉഹദിലേക്ക് ഞാനുണ്ട്, എന്നെ തടഞ്ഞു വെക്കല്ലേ നബിയെ. ലഅംലഅദ്ഖുലന്നൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ കടക്കുക തന്നെ ചെയ്യും. എന്തൊരു ആത്മവിശ്വാസമാണത്! ഞാൻ സ്വർഗത്തിലേക്ക് കടക്കും നബിയെ. ലാ തംനഅനി ദുഖൂലൽ ജന്ന, അതുകൊണ്ട് സ്വർഗപ്രവേശം എനിക്ക് തടഞ്ഞു വെക്കരുതേ നബിയെ. ഹബീബിന്റെ ചോദ്യം, എന്താണ് നിങ്ങളുടെ കൈകളിലുള്ളത്? രണ്ടെണ്ണമുണ്ട് നബിയെ. ഒന്ന്, ബി അന്നീ ഉഹിബ്ബുല്ലാഹ വറസൂലഹു, ഞാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്നു നബിയെ. അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നു. നമുക്ക് ഹബീബിനെ സ്നേഹിക്കണം, ഹബീബിന്റെ മഹ്ബൂബായ നമ്മുടെ മഹ്ബൂബുമായ അല്ലാഹുവിനെ സ്നേഹിക്കണം. രണ്ടും വേണം. അല്ലാഹുവിനെ സ്നേഹിക്കണം, ഹബീബായ നബി തങ്ങളെ സ്നേഹിക്കണം. അല്ലാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? പടച്ചതമ്പുരാനോട്, അല്ലാഹുവിനോട് നമുക്കൊരു ഇഷ്ടവും കടപ്പാടും തോന്നാറുണ്ടോ? ഹബീബായ നബി തങ്ങളെ സ്നേഹിക്കുന്നത് അല്ലാഹുവിനെ സ്നേഹിക്കുന്നതിന്റെ അടയാളം തന്നെയാണ്. എന്നാൽ അല്ലാഹുവിനോടും ഒരു ഹുബ്ബ് വേണം. ബി അന്നീ ഉഹിബ്ബുല്ലാഹ വറസൂലഹു, ശാശ്വത വീട്ടിലേക്കുള്ള എളുപ്പ വഴികളാണ് നമ്മൾ ആരായുന്നത്. ഒന്ന്, മനസ്സിനുള്ളിൽ കിടക്കുന്ന ഒരു ഇബാദത്ത്, മനസ്സുകൊണ്ട് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്നത്, അല്ലാഹുവിനോട് ഇഷ്ടം തോന്നുക. മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഅഹു, ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അവരെ കാണാൻ അല്ലാഹുവിന് കൊതിയുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹബ്ബ ലിഖാ അല്ലാഹ്, മരിക്കാന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ കാണാൻ പോവാണ്. അല്ലാഹുവിനെ കാണാനുള്ള യാത്രയാണ് മരണം. മരണത്തോടുകൂടെ മാത്രമേ അല്ലാഹുവിനെ കാണാൻ കഴിയുകയുള്ളൂ. അങ്ങനെ നമുക്ക് ഒരു മരണം സംഭവിക്കുകയാണെങ്കിൽ ഈ ലോകത്തോട് സങ്കടത്തോടെയല്ല, പിന്നെയോ ഈ ലോകത്ത് നിന്ന് പോകുന്നത് സന്തോഷത്തോടെയാണ്. ഞാൻ അല്ലാഹുവിനെ കാണാനുള്ള യാത്രയിലാണ് എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ടോ? മരിക്കാൻ എല്ലാവർക്കും പേടി തന്നെ. അതുകൊണ്ടാണ് എത്ര വിലയുള്ള, എത്ര കാശ് കെട്ടിവെക്കേണ്ടി വന്നാലും, എത്ര വലിയ ഓപ്പറേഷൻ നമ്മൾ കടന്നു കൊടുക്കുന്നത് ഇപ്പൊ മരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, അല്ലേ? എന്നാൽ അല്ലാഹുവിന്റെ ഖളാഉ പ്രകാരം മരണം സംഭവിക്കുകയാണെങ്കിൽ നമ്മളതിൽ സന്തോഷിക്കുമോ? രോഗം വന്നാൽ ചികിത്സിക്കണം, അത് സുന്നത്താ, തങ്ങൾ പറഞ്ഞതാ. തദാവൂ യാ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടികളെ, പടപ്പുകളെ, നിങ്ങൾ രോഗം വന്നാൽ ചികിത്സിക്കണം, ഡോക്ടറെ കാണണം, മരുന്ന് കുടിക്കണം, റുഖിയ ചെയ്തോളൂ, മന്ത്രി ചോദിക്കോളൂ,
സ്വലാത്ത്, ദിക്ർ ഒക്കെ വേണം, ചികിത്സയും വേണം. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് തദാവൂ യാ ഇബാദല്ലാഹ് ഫഇന്നല്ലാഹ ലം യദഉ ദാഅൻ ഇല്ലാ വവദഅ ലഹു ദവാഅൻ. അല്ലാഹു മരുന്ന് വിധിച്ചിട്ടില്ലാത്ത ഒരു രോഗവും ഈ ലോകത്തില്ല. എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. പക്ഷേ അലിമഹു മൻ അലിമ വജഹിലഹു മൻ ജഹില. ആ മരുന്ന് ഏതാണെന്ന് അറിയുന്നവർക്കറിയാം, അറിയാത്തവർക്കറിയില്ല. പക്ഷെ മരുന്നില്ലാത്തൊരു രോഗം അങ്ങനെയല്ല. രോഗം അല്ലാഹു വെച്ചിട്ടുണ്ടോ അതിന് മരുന്നുണ്ടെന്നാണ്. അത് അറിയുന്നവർക്കറിയും, അല്ലാത്തവർക്ക് അറിയൂല. വല്ലാത്തൊരു വാക്കാണത്. മെഡിസിൻ നമ്മൾ പഠിക്കണമെന്ന് നബി തങ്ങൾ പറയുന്ന ഒരു ഹദീത്താണിത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പഠിക്കണം മെഡിസിനെ കുറിച്ച്. അത് പഠിക്കേണ്ടതാണ്. പഠിക്കുന്നവർക്ക് ഇത് അറിയാൻ പറ്റുമെന്ന്. അലിമഹു മൻ അലിമ. പക്ഷേ എങ്ങാനും അള്ളാഹുവിന്റെ വിധിയാൽ ഒരു മരുന്നും ഫലിക്കാതെ വന്ന് അള്ളാഹുവിന്റെ വിധിക്ക് കീഴടങ്ങുന്ന ഒരു നേരത്ത് നമ്മുടെ മനസ്സിനുള്ളിൽ സന്തോഷം വരുമോ? ഈ ലോകത്തിന്റെ എല്ലാ സങ്കടവും കഴിഞ്ഞ് ഞാൻ എൻ്റെ രക്ഷിതാവിനെ കാണാൻ പോവുകയാണ്, അള്ളാഹിനെ കാണാൻ പോവാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കാണാൻ പോകുമ്പോൾ സന്തോഷമല്ലേ ഉണ്ടാവുക? ഉണ്ടല്ലോ, ഉറക്കുവിച്ചിട്ട ആൾക്കാർ എയർപോർട്ടിലേക്ക് പോയി നിൽക്കുന്നു. മക്കൾ വരുന്നുണ്ട്, പേരക്കുട്ടികളെ കാണണം, അല്ലെ ഭർത്താവ് വരുന്നുണ്ട്, അനിയൻ വരുന്നുണ്ട്, ജ്യേഷ്ഠൻ വരുന്നുണ്ട്. അവിടെ പോയിട്ട് നിൽക്കുകയാണ്. ദാഹവും വിശപ്പൊക്കെ നമ്മൾ ഒന്നും അറിയുന്നില്ല കുറച്ചു നേരത്തേക്ക്. അല്ലാഹുവിനെ കാണാനുള്ള ഒരു ഹുബ്ബുണ്ടോ നമ്മുടെ കൽബിൽ? എന്ത് ഗുണമാണ് അറാബി നിങ്ങളുടെ കൈകളിലുള്ളത് സ്വർഗത്തിലേക്ക് പോകാൻ? ഫവല്ലദീ നഫ്സി ഫവല്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാഹു. ലോകരക്ഷിതാവിനെ തന്നെയാണ് സത്യം നബിയേ. ലഅദ്ഖുലന്ന, ഞാൻ സ്വർഗത്തിലേക്ക് കടക്കുക തന്നെ ചെയ്യും. ഇത് ഉഹദിൽ ഒരു അറാബി പറഞ്ഞ വചനമാണത്. പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയും. ഞാൻ സ്വർഗത്തിൽ കടക്കും നബി, എനിക്കത് കടന്നേ പറ്റൂ. തങ്ങളുടെ മറുചോദ്യം ഫതബസ്സമ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂല് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ബിമ, എന്താ നിങ്ങളുടെ കൈകളിലുള്ളത്? എന്താ നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി കണ്ടുവച്ചത്? ബിമ തദ്ഖുലുൽ ജന്ന ബിഖസുലതൈൻ. 2 ഗുണങ്ങൾ എന്റെ കൂടെയുണ്ട് നബിയേ, 2 എണ്ണം. 10 എണ്ണോ 15 എണ്ണോ ഒന്നും എന്റെ കയ്യിലില്ല, 2 എണ്ണം ഉണ്ട്. എന്താ? ഒന്ന്, ഞാൻ അല്ലാഹുവിനെയും ബി അന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, ഒന്ന് ഞാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്ന ആളാണ്. മറ്റൊന്ന് വലാ അഫിറു യൗമസ് സഹഫ്, ഒരു യുദ്ധം നടക്കുമ്പോൾ ഞാൻ പിന്തിരിഞ്ഞു ഓടുകയില്ല നബിയേ. ഒരു അനിവാര്യമായ യുദ്ധം വരുമ്പോൾ ഞാൻ അവിടെ ഇട്ടേച്ച് ഓടില്ല. ധീരമായി മരണം വരിക്കും വരെ, അല്ലെങ്കിൽ വിജയം വരിക്കും വരെ ഞാൻ അവിടെ നിന്ന് പോരാടും നബിയേ. ഈ വചനങ്ങൾ മറുപടിയായി കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നനഞ്ഞു പോയത്രേ. ഹബീബിന്റെ കണ്ണിന്ന് കണ്ണുനീര് വന്നു. എന്തൊരു നല്ല ഗുണമാണ് ഈ പറയുന്നത്. എന്താ നിങ്ങളുടെ കൈകളിലുള്ളത് എന്ന് ചോദിച്ചപ്പോ 2 സെന്റൻസുകളിലായി, 2 വചനങ്ങളിലായി, വാക്കുകളിലായി അതിനെ ചുരുക്കി പറഞ്ഞു കൊടുക്കുന്നു. നബിയേ, ഞാൻ അങ്ങയുടെ രക്ഷിതാവായ, എന്റെ രക്ഷിതാവായ ലോകത്തിന്റെ രക്ഷിതാവിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് നബിയേ. അതൊന്ന്. മറ്റൊന്ന്, ഞാൻ ഒരിക്കലും ഓടിമറയില്ല യുദ്ധക്കളത്തിൽ വെച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൻ തസ്ദിഖില്ലാഹ യസ്ദുഖക, നിങ്ങൾ സത്യസന്ധമായിട്ടാണ് അല്ലാഹുവിനെ മുൻനിർത്തി പറയുന്നതെങ്കിൽ അത് സത്യമായി അല്ലാഹു പുലർത്തുക തന്നെ ചെയ്യും. യുദ്ധം കഴിഞ്ഞിരിക്കുന്നു. ഉഹദ് യുദ്ധം മുസ്ലിമീങ്ങൾക്ക് നഷ്ടമായി വരികയും ആ യുദ്ധത്തിലെ സ്വഹാബികൾക്കിടയിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ നടന്നു നോക്കുമ്പോ ഈ അറാബിയെ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായി കിടക്കുകയാണ്. ആ പരിശുദ്ധ ഭൂമിയിലേക്ക് നോക്കി ഹബീബിന്റെ മറുപടി വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വദഖതല്ലാഹ് ഫസദഖകല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ മുൻനിർത്തിയാ പറഞ്ഞത്, സത്യസന്ധമായിട്ട് പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹു അത് സത്യമായി പുലർത്തി തന്നിരിക്കുന്നുവല്ലോ എന്ന് ആ മനുഷ്യനെ നോക്കി, സ്വഹാബിയെ നോക്കി ഹബീബുനാ റസൂലുള്ളാഹ്. ശാശ്വത വീട്ടിലേക്കുള്ള എളുപ്പ വഴികളിൽ 1ഉം 2ഉം ഇതാണ്. ഒന്ന്, അല്ലാഹുവിനെ സ്നേഹിക്കുന്നത്, അവന്റെ ഹബീബിനെ സ്നേഹിക്കുന്നത്. മറ്റൊന്ന്, ഒരു അനിവാര്യമായ ഒരു മഅറക, ഒരു യുദ്ധം ആസന്നമായാൽ ഭീരുക്കളായി പിന്തിരിഞ്ഞോടാൻ പാടുള്ളതല്ല. സത്യവിശ്വാസി ധീരമായി പോരാടുക തന്നെ വേണം. ഹബീബായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വുളു എടുക്കാനുള്ള വെള്ളം കൊണ്ടുവരികയാണ്. റബീഅത്ത് ഇബ്നു കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു.
അല്ലാഹുവിന്റെ റസൂലിന്റെ ഖാദിമാണ്. ഹബീബിന്റെ ഖാദിമിനോട് ആ നേരം നബി ഞങ്ങൾക്ക് ഹബീബായ തങ്ങൾക്ക് ടോയ്ലറ്റിൽ പോവേണ്ട ആവശ്യമുണ്ടായപ്പോ അതിന് ആവശ്യമായ വെള്ളവും വൃത്തിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ തങ്ങൾ പറയും മുമ്പേ കൊണ്ടുപോയി വെച്ചു കൊടുത്തിരിക്കുകയാണ്. റബീഅത്ത് ഇബ്നു കഅബിൽ അസ്ലമി എന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത ഇഷ്ടമായി. മുത്തനബി തങ്ങൾ ചോദിച്ചു റബീഅ സല്ലി, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഞാൻ തരാം. എന്താ നിങ്ങൾക്ക് വേണ്ടത്? വല്ലാത്തൊരു രംഗം. എന്താ വേണ്ടത് ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ഹബീബായ തങ്ങളോട് റബീഅ തങ്ങൾ പറഞ്ഞ ഒരു ചോദ്യമുണ്ട്. നബി തങ്ങളോട് ചോദിച്ച ഒരു ചോദ്യം, അസ്അലുക മുറാഫഖതക ഫിൽ ജന്നah. നബിയേ, സ്വർഗം വേണമെന്ന് മാത്രമല്ല, ആ സ്വർഗലോകത്ത് അങ്ങയുടെ കൂടെ ഇരിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് വേണം. അങ്ങയുടെ കൂടെ ഇരിക്കാൻ എനിക്ക് ഭാഗ്യം വേണം. അങ്ങയുടെ റഫീഖായി, അങ്ങയുടെ സ്വാഹിബായി, അങ്ങയുടെ സ്വദീഖായി, അങ്ങയുടെ കമ്പാനിയൻഷിപ്പ് സ്വർഗത്തിലും അങ്ങയുടെ കൂടെ ഇരിക്കണം നബിയേ. തങ്ങൾ ചോദിച്ചു, അവ ഗൈറ ദാലിക്, റബീഅ വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? ഇല്ല നബിയേ, അത് തന്നെ. എനിക്ക് സ്വർഗം വേണമെന്ന് മാത്രമല്ല, അങ്ങയുടെ കൂടെ ഇരിക്കാൻ കഴിയണം. അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുത്തു, ഞാനത് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം. ഫഇന്നി അലാ ദാലിക ബികസറത്തിസ് സുജൂദ്. ധാരാളം സുന്നത്ത് നിസ്കാരം നിർവഹിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണേ, സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണമേ. ഇപ്പൊ ഞങ്ങൾ കൊടുത്ത മൂന്നാമത്തൊരു പോംവഴിയാണത്. സ്വർഗപ്രവേശനത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് സുന്നത്ത് നിസ്കാരങ്ങൾ എണ്ണം വർദ്ധിപ്പിക്കണം, സുജൂദിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക. നമ്മൾ പറയില്ലേ, ചിലരെങ്കിലും പറയും തറാവീഹ് 8 നിസ്കരിച്ച് കുറെ ദീർഘിപ്പിച്ച് നിസ്കരിക്കുന്നതും 20 റക്അത്ത് പെട്ടെന്ന് നിസ്കരിക്കുന്നതും നോക്കിയാൽ പിന്നെ അതല്ലേ എന്ന് ചോദിക്കും. അങ്ങനെയല്ല. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെയും അഭിപ്രായം, മദ്ഹബ് അംഗീകരിക്കില്ല എന്നൊക്കെ തോന്നുന്നവർ പോലും ഞങ്ങൾ മദ്ഹബൊക്കെ അംഗീകരിക്കുന്നവരാണല്ലോ എന്ന് പറയുമ്പോഴും ഈ 20 നിസ്കരിക്കണില്ല എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ കൗതുകം. അപ്പൊ അങ്ങനെ ചില ഒച്ചപ്പാടുകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ആ 20-ൽ എത്ര സുജൂദ് വന്നു? 40 സുജൂദ് വന്നില്ലേ? കസറത്തു സുജൂദ്, സുജൂദ് വർദ്ധിപ്പിക്കണം. അത് നബി ഞങ്ങളുടെ ചര്യയാണ്, ഹബീബിന് ഇഷ്ടമാണ്, സ്വർഗപ്രവേശനത്തിന് കാരണമാണ്. കസറത്തു സുജൂദ്. മറ്റേത് നീളം വർദ്ധിക്കും, ഖിറാഅത്തുൽ ഖുർആൻ വർദ്ധിക്കും, അതും നല്ലത് തന്നെ. പക്ഷേ സ്വർഗപ്രവേശനത്തിന്റെ കാരണങ്ങളിൽ തങ്ങൾ പറഞ്ഞ ഒരു കാരണമാണ് കസറത്തു സുജൂദ്. അത് 20-ലേ കിട്ടുള്ളൂ. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെയും അഭിപ്രായം 20ആണ്. അൽഹംദുലില്ലാഹ്. ഫഇന്നി അലാ ദാലിക ബികസറത്തിസ് സുജൂദ്. റബീഅത്ത് ഇബ്നു കഅബിൽ അസ്ലമി, നിങ്ങൾ എന്നെ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് സഹായിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമിമ്മാ സാദനി ഇസ്സൻ വശറഫാ, വമിമ്മാ സാദനി ഇസ്സൻ വശറഫാ وكدت بأخمصي أطأ الثريا دخولي تحت قولك يا عبادي وأن صيرت أحمد لي نبيا. അല്ലാഹുവിന്റെ അടിമയായി നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന നെറ്റിത്തടം മണ്ണിലേക്ക് ചേർത്ത് വെച്ച്, അല്ലാഹുവേ, ഞാൻ മണ്ണിനോളം താഴെയാണ്, ഞാൻ മണ്ണിനോളം എളിമയുള്ളവനാണ്, കാല് ചവിട്ടുന്നിടത്ത് മുഖം വെക്കുകയാണ് റബ്ബേ ഞാന്. ഇതാണ് സുജൂദിന്റെ അർത്ഥം. അഖറബു മാ യകൂനുൽ അബ്ദു ഇലല്ലാഹി വഹുവ സാജിദ്. ഒരു മനുഷ്യൻ സുജൂദിൽ ചെയ്യും, സുജൂദിന്റെ അവസ്ഥയിലാണ് അല്ലാഹുവിനോട് ഏറ്റവും അടുക്കുന്നത് എന്ന് നബി ഞങ്ങൾ പറയാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ സജദ ലില്ലാഹി സജ്ദതൻ റഫഅഹു അല്ലാഹു ബിഹാ ദറജ. അല്ലാഹുവിന് വേണ്ടി ഒരു സുജൂദ് ചെയ്യുമ്പോഴേക്കും ഒരു സ്ഥാനം അല്ലാഹു ഉയർത്തി കൊടുക്കുന്നുവെന്ന് സ്വഹീഹ് മുസ്ലിമിൽ മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്. റളിയല്ലാഹു തആല അൻ.
സ്വർഗപ്രവേശനത്തിന്റെ ശാശ്വതമായ ഭവനത്തിലേക്കുള്ള യാത്രയിൽ എളുപ്പ വഴികളാണ് നബി തങ്ങൾ ഓരോരോ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. മഹാന്മാരായ സമസ്തയുടെ ആലിമീങ്ങളെ അനുസ്മരിക്കുന്ന ഒരു മജ്ലിസാണ് ഈ ബാപ്പാലിപ്പൊനത്തെ ഈ പരിപാടി. അല്ലാഹുവേ, സ്വർഗപ്രവേശനം ഞങ്ങൾക്കും അവർക്കും അംബിയാഇന്റെ കൂടെ നീ സാധിപ്പിച്ചു നൽകണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുആദ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിലെ ആലിമാണ്. മുആദ് റളിയല്ലാഹു അൻഹു യദ്ഖുലുൽ ജന്നത യസ്ബിഖുൽ ഉലമാ ഇലൽ ജന്നതി ബിറത്വതി ഹജറിൻ എന്ന് നബി തങ്ങൾ പറഞ്ഞ സ്വഹാബി. ആലിമീങ്ങളെല്ലാം സ്വർഗത്തിലെത്തുന്നതിന്റെ എത്രയോ കാതങ്ങൾ മുമ്പേ ഈ മഹാൻ സ്വർഗത്തിലെത്തിയിരിക്കും. സയ്യിദുൽ ഉലമാഇ വസാബിഖുഹും ഇലൽ ജന്ന എന്ന് ആലിമീങ്ങൾ പരിചയപ്പെടുത്തുന്ന സ്വഹാബിയാണ്. ആലിമീങ്ങളുടെ സയ്യിദും സാബിഖുമാണ് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. 33-34 വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞ സ്വഹാബിയാണിത്. പക്ഷേ ലോക പണ്ഡിതന്മാരുടെ നേതാവ് ഈ സ്വഹാബിയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു. തബൂക്ക് യുദ്ധം നടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാത്രികാലത്തെ ഹബീബിന്റെ വിർദ് നടക്കുമ്പോൾ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ഹബീബിനെ കാണാൻ വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്ത് വന്നു. രാത്രി നേരം എല്ലാവരും ഉറങ്ങുമ്പോൾ ഹബീബായ തങ്ങൾ പ്രാർത്ഥനയിലാണ്. ഹബീബായ തങ്ങളുടെ നിസ്കാരം നടക്കുമ്പോ, സുന്നത്ത് നിസ്കാരങ്ങൾ നടക്കുമ്പോ മുത്തുനബി തങ്ങളോട് സ്വകാര്യമായി വല്ലതും ചോദിക്കാൻ പറ്റിയ നേരം മുഅ്മിനേ സ്വഹാബിമാർ ഹബീബിനോട് ചോദിച്ചത് ആഖിറത്തിന്റെ വിഷയങ്ങളായിരുന്നു. ദുനിയാവിന്റെ വിഷയങ്ങൾ ചോദിച്ചു കാണുന്നത് വളരെ വളരെ കുറവ് മാത്രമാണ്. ഞാനിപ്പോ ഇന്ന് ജുമുഅക്ക് മഹാനായ കുഞ്ഞുക്കോയ തങ്ങളുടെ കുമ്പോൾ തങ്ങളുടെ മഖാമിന്റെ ആ ഒരു പള്ളിയിൽ ജുമുഅക്ക് ഉണ്ടായി. അവിടെ നൂറുകണക്കിന് ആളുകൾ മഹാനായ തങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട്. തങ്ങൾക്ക് വയ്യ, തങ്ങൾക്ക് തന്നെ ബാക്ക് പെയിൻ ആണ്. മഹാനായ തങ്ങൾക്ക് അല്ലാഹു ആഫിയത്തും സലാമത്തും അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരുടെ ജ്യേഷ്ഠൻ സയ്യിദ് ആച്ചക്കോയ തങ്ങൾ അല്ലാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. അനിയൻ സയ്യിദ് അലി തങ്ങൾ, സയ്യിദ് ജാഫർ തങ്ങള്, നമ്മുടെ ഡോക്ടർ സിറാജ് തങ്ങള്, അവരുടെ മക്കള് എല്ലാവർക്കും അല്ലാഹു ആഫിയത്തും സലാമത്തും നൽകട്ടെ. ആ മഹാനായ സയ്യിദിന്റെ കയ്യിൽ ഇന്ന് കൊടുത്ത നിവേദനങ്ങൾ തങ്ങൾ പറഞ്ഞു, എത്ര ഒരു കെട്ട് എഴുത്ത് തന്നിട്ടുണ്ട്, ഇനി വായിച്ചു നോക്കണം, നിങ്ങളൊക്കെ പോയിട്ട് ഞാൻ സൗകര്യം പോകണം, വായിച്ചു നോക്കും എന്ന് പറഞ്ഞു മഹാനായ തങ്ങള്. നമ്മൾ തങ്ങടുത്ത് പോകുന്നുണ്ട്, കുട്ടിക്ക് വിസ വേണം അല്ലേ, ജോലി ആയിട്ടില്ല, വീട് പണി തീർന്നിട്ടില്ല, കച്ചവടത്തിന് പോരാ, ലാഭം പോരാ, ബർക്കത്ത് കുറവ്, ദുന്യാവിന്റെ വിഷയങ്ങളായി പറയുന്നത്. ആ സയ്യിദിനോട് ചെന്ന് തങ്ങളെ ആഖിറം രക്ഷപ്പെടാൻ വേണ്ടി, അള്ളാഹുവിന്റെ ലിഖാ സാധ്യമാകാൻ വേണ്ടി, അള്ളാഹിന്റെ ഹിസാബ് എളുപ്പമാവാൻ വേണ്ടി, നാളത്തെ ആഖിറവും ദുന്യാവും രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടി ദ്വാരക്കണേ. നമുക്ക് ഒരു ഗോൾഡൻ ചാൻസ് കിട്ടുമ്പോൾ നമ്മൾ അതല്ലേ മഹാന്മാരോട് ദ്വാരപ്പിക്കേണ്ടത്, അതല്ലേ നമ്മൾ പറയാം. ദുന്യാവ് പറയണ്ടെന്നല്ല, പറഞ്ഞോളൂ, അത് പറയാണ്ടിരിക്കാൻ ചിലപ്പോൾ ചിലർക്ക് കഴിയില്ല. പക്ഷേ ആഖിറത്തിന്റെ വിഷയമെങ്കിലും അതിന്റെ കൂടെ നമ്മൾ വെക്കണ്ടേ, നമ്മൾ അതല്ലേ പറയേണ്ടത്. മുത്തുനബി തങ്ങളോട് ഒറ്റക്ക് ചോദിക്കാൻ ഒരു അവസരം കിട്ടിയിരിക്കുക മുആദ് തങ്ങൾക്ക് റളിയല്ലാഹു. എന്താ ചോദിക്കാൻ നോക്കണം. ഇത് രാത്രിയാണ്. നൂറുകണക്കിന് സ്വഹാബിമാർ, 1000-ലേറെ വരുന്ന സ്വഹാബിമാർ ഹബീബിന്റെ കൂടെ തബൂക്കിലേക്ക് പോവാണ്. റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. 10,000-ഓളം വരുന്ന സ്വഹാബിമാർ, അല്ല 20,000 ഉണ്ടായിരുന്നു. ചരിത്ര പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു സംഭവമാണത്. റോമക്കാരുമായി ഒരു യുദ്ധം നടക്കുമോ എന്ന ഒരു പ്രതീക്ഷയിൽ പോയ ഒരു സൈന്യമായിരുന്നു അത്. ആയിരക്കണക്കിന് സ്വഹാബിമാർ ഉറങ്ങാണ്, അവർ വിശ്രമിക്കുകയാണ്, അവർ യാത്രയിലാണ്. മദീനയിൽ നിന്ന് 500 കിലോമീറ്റർ പോകണം വീണ്ടും വടക്കു ഭാഗത്തേക്ക് തബൂക്കിലേക്ക്. അവരൊക്കെ വിശ്രമിക്കുകയാണ്. മുത്തുനബി തങ്ങൾക്ക് വിശ്രമമില്ല. ഹബീബ് നിസ്കരിക്കുകയാണ് ആ രാത്രിയിൽ. ഹബീബായ നബി തങ്ങളുടെ വിർദ് നടക്കുമ്പോ മുത്തുനബി തങ്ങളുടെ ഒട്ടകത്തിനരികത്ത് മുആദ് റളിയല്ലാഹു അൻഹു വന്നു നിൽക്കുന്നു. കൂടെയുണ്ട് മറ്റൊരു സ്വഹാബി. ആ സ്വഹാബിയുടെ ടേൺ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേണമെന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണ് മുആദ് എന്നവര്. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടു. മുആദ് റളിയല്ലാഹു അൻഹു നബിയും ഒറ്റക്കാണ് ആ നേരത്ത്. ഒരു രാത്രി നേരം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ യുദ്ധമാണ് തബൂക്ക് യുദ്ധം, ഹബീബ് സംബന്ധിച്ച ഗസ്വ. ഹബീബായ തങ്ങളോട് മുആദ് റളിയല്ലാഹു അൻഹു ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നു. നമ്മൾ ചോദിക്കുമായിരുന്ന ചോദ്യം എന്തായിരിക്കും? മുആദ് എന്നവർ ചോദിക്കുന്ന ചോദ്യം എന്താണ്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ദുല്ലനി അലാ അമലിൻ ഇദാ അമിൽതുഹു ദഖൽതുൽ ജന്ന.
നബിയെ, സ്വർഗം കിട്ടാൻ കാരണമായ ഒരു കർമ്മം പഠിപ്പിച്ചു തരൂ നബിയെ, ഒരു അമല് തരൂ നബിയെ. മശായിഖന്മാരോട്, ത്വരീഖത്തിന്റെ ശൈഖ്മാരോട് അമലുകൾ ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഇതുപോലെയുള്ള അലി റളിയല്ലാഹു അൻഹുവിന്റെയും മറ്റു റിവായത്തുകളിലുള്ള സ്വഹാബിമാര് ഹബീബിൽ നിന്ന് പഠിച്ച ഒരു ചര്യയാണത്. മുത്തുനബി തങ്ങളോട് പ്രത്യേകമായി ചോദിച്ചു വാങ്ങും. ദുല്ലനി അലാ അമലിൻ ഇദാ അമിൽതുഹു ദഖൽതുൽ ജന്ന. നബിയെ, ഞാൻ സ്വർഗത്തിലേക്ക് പോവാൻ കാരണമാകുന്ന ഏതെങ്കിലും ഒരു കാര്യം പഠിപ്പിച്ചു തരൂ നബിയെ. റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുന്നു, ദുല്ലനി അലാ അമലിൻ യുദ്ഖിലുനി അൽ ജന്നത വയുബാഇദുനി മിനൻ നാർ. നരകത്തിൽ നിന്ന് അകറ്റുകയും സ്വർഗത്തോട് അടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു അമൽ എനിക്ക് പറഞ്ഞു തരുമോ നബിയെ? എന്തൊരു നല്ല ചോദ്യം. മുആദ് എന്നവര് പണ്ഡിതന്മാരുടെ പണ്ഡിതനാണ്, പണ്ഡിതന്മാരുടെ സയ്യിദാണ്, പണ്ഡിതന്മാരുടെ ഖായിദുൽ ഉലമാഇ വസയ്യിദുഹും വസാബിഖുഹും ഇലൽ ജന്ന. അതുകൊണ്ട് ആ ചോദ്യത്തിന്റെ ഒരു മഹത്വം നോക്കൂ. ഒറ്റ ചോദ്യം, നബിയേ ദുല്ലനി അലാ അമലിൻ, എനിക്ക് സ്വർഗത്തിൽ പോവണം, നരകത്തിൽ കടക്കാതെ സ്വർഗത്തിൽ എത്തണം. അങ്ങനെ ഒരു മറുപടി വേണം. ഹബീബായ തങ്ങളോട് ചോദിച്ചപ്പോ ആ തബൂക്കിന്റെ യാത്രയിൽ മരുഭൂമിയുടെ മധ്യത്തിൽ ഇരുട്ടിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ ഹബീബായ നബി തങ്ങൾ ഉണർന്നിരുന്ന ദുആയിലാണ്, ഹബീബിന്റെ നിസ്കാരത്തിലാണ്. ആ ഇടവേളയിൽ കയറി ചോദിച്ച ചോദ്യമാണിത്. ഒറ്റക്ക് കിട്ടിയൊരു നേരത്ത് മുത്തുനബി തങ്ങളോട് ഒരുമിച്ച് ഒറ്റക്ക് കിട്ടുന്ന ഒരു നേരത്ത് ചോദിച്ച ചോദ്യം. നബി തങ്ങൾ മറുപടി പറഞ്ഞു, ലഖദ് സഅൽത അൻ അദീം. മുആദേ, ഇത് വല്ലാത്തൊരു ചോദ്യമാണല്ലോ നിങ്ങൾ ചോദിച്ചത്. ഇതൊരു ഗൗരവമുള്ള ചോദ്യമാണ്. വഇന്നഹു ലയസീറുൻ അലാ മൻ യസ്സറഹു അല്ലാഹ്. അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുന്നവർക്ക് അത് എളുപ്പമാണ്. പക്ഷേ ഇത് വലിയൊരു ചോദ്യമാണ്. ഹബീബായ തങ്ങൾ മറുപടി കൊടുക്കുന്നു, തഅബുദുല്ലാഹ അസ്സ വജല്ല വലാ തുശ്രികു ബിഹി ശൈആ. അല്ലാഹുവിലേക്ക് ഒന്നിനെയും ആരെയും പങ്കു ചേർക്കാതെ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുക. വതുഖീമുസ് സ്വലാ, നിസ്കാരം നിലനിർത്തുക. വതുഅതിയ സകാ, സകാത്ത് കൊടുക്കണം. വതസൂമ റമളാൻ, റമളാൻ നോമ്പെടുക്കണം. വതഹജ്ജൽ ബൈത്ത് ഇൻ ഇസ്തതഅത ഇലൈഹി സബീലാ, കഴിയുമെങ്കിൽ ഹജ്ജ് ചെയ്യുകയും വേണം. മഹാനായ നബി തങ്ങൾ ഒരു ചോദ്യം ഇങ്ങോട്ട് കിട്ടിയപ്പോ മുആദ് എന്നവർക്ക് ഒന്നിലധികം ചോദ്യങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ മുആദ് എന്നവരെ വിഷയത്തിലേക്ക് ആകർഷിപ്പിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നു, മുആദേ അലാ അദുല്ലുക അലാ റഅസിൽ അംരി വഅമൂദിഹി വദിർവതി സനാമിഹി. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അലാ റഅസിൽ അംർ, കാര്യങ്ങളുടെ ഏറ്റവും മർമ്മമായ കാര്യം. വഅമൂദിഹി, ഒരു വിഷയത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ അതിന്റെ തൂണ് പോലെ മഹിതമായത്. വദിർവതി സനാമിഹി, ഒരു വിഷയത്തിന്റെ അലങ്കാരമായി വരുന്ന ഒരു നന്മ ഏതാണെന്ന് പറഞ്ഞു തരട്ടെയോ? അതേ നബിയെ, പറഞ്ഞു തരൂ. റഅസുൽ അംരി അൽ ഇസ്ലാം, ഇസ്ലാം തന്നെയാണ് ഏറ്റവും വലുത്. വഅമൂദുഹു വസ്സലാ, നിസ്കാരം ഒരു ഭവനമാണെങ്കിൽ അതിന്റെ തൂണാണ്. ഇസ്ലാം ഒരു ഭവനമാണെങ്കിൽ സങ്കൽപ്പിച്ചാൽ അതിന്റെ തൂണുകളാണ് അസ്സലാ, നിസ്കാരം. വദിർവതു സിനാമിഹി അൽ ജിഹാദു ഫീ സബീലില്ലാഹ്. എന്നാൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ മനോഹാരിത, മുസ്ലിമീങ്ങളായ ആളുകൾ സ്വന്തം ശരീരത്തോട്, അവനവന്റെ ശരീരേച്ഛകളോട്, ചുറ്റുപാടുകളോട്, പ്രതിസന്ധികളോട് സമരം ചെയ്യുന്നവരാണ്. മുസ്ലിമീങ്ങളായ ആളുകൾ സ്വന്തം ശരീരത്തോട് സമരം ചെയ്യേണ്ടവരാണ്. നമ്മളോട് ധർമ്മസമരം ചെയ്യേണ്ടവരെ, തിന്മയ്ക്കെതിരെ ധർമ്മസമരം ചെയ്യേണ്ടവരെ, നന്മയുടെ പക്ഷം നിൽക്കേണ്ടവരെ. അല്ലാഹുവിന്റെ റസൂൽ ഒന്നുകൂടെ ചോദിച്ചു, അലാ അദുല്ലുക അലാ അബ്വാബിൽ ജന്ന. മുആദേ, സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ ഞാനൊന്ന് പറഞ്ഞു തന്നോട്ടെ. അതാണ് മുആദ് എന്നവർ ചോദിച്ചത്. ഒരു കാര്യം പറഞ്ഞു തരൂ നബിയെ എന്ന് പറഞ്ഞപ്പോ മുത്തുനബി തങ്ങൾ രണ്ട് കാര്യം അങ്ങോട്ട് ചോദിച്ചു പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞിട്ട് അതൊരു രാത്രിയിൽ നിശബ്ദമായ
കൂരിരുള്ള മരുഭൂമിയിലെ നേർത്ത നിലാ വെളിച്ചത്തിൽ ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തിന് മാറ്റിവെച്ച ഒരു നിശയുടെ നിശബ്ദതയിലാണ് മുത്തുനബി തങ്ങളോട് മുആദ് എന്നവർ ഈ ചോദ്യം ചോദിക്കുന്നത്. അലാ അദുല്ലുക അലാ അബ്വാബിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ ഞാൻ പറഞ്ഞു തരട്ടെയോ? നമ്മുടെ വിഷയം അത് തന്നെയാണ്, ശാശ്വത ഭവനത്തിലേക്കുള്ള എളുപ്പവഴികള്. അസ്സൗമു ജുന്ന, നോമ്പ് ഒരു പരിചയാണ്, തിന്മകളെ തടുക്കാനുള്ള പരിചയാണ്. സുന്നത്ത് നോമ്പ്, എല്ലാ നോമ്പും സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കണം. വസ്സദഖ, ദാനധർമ്മങ്ങൾ. തുത്ഫിഉൽ ഖതീഅ കമാ യുത്ഫിഉൽ മാഉ അന്നാർ, തീ പിടിച്ചാൽ ഫയർ ഫൈറ്റേഴ്സ് ചെയ്യുന്നത് തീയിലേക്ക് വെള്ളമൊഴിക്കലാണ്. തീയിലേക്ക് വെള്ളമൊഴിച്ചാൽ തീ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റുന്ന പോലെ, പുട്ട് ഓഫ് ചെയ്യാൻ പറ്റുന്ന പോലെ, തീ അണക്കാൻ പറ്റുന്ന പോലെ, തീ വെള്ളം കൊണ്ട് അണക്കാൻ പറ്റുന്ന പോലെ പാപങ്ങളെ അണക്കാനുള്ള മരുന്നാണ് ദാനധർമ്മങ്ങൾ. നമ്മുടെ വിയർപ്പിന്റെ അധ്വാനം, നമ്മുടെ മക്കളുടെ അധ്വാനം, നമ്മുടെ സമ്പാദ്യം, നമ്മുടെ കച്ചവടത്തിൽ നിന്ന് ശമ്പളത്തിന് കിട്ടിയത്, നാളുകളായി പഠിച്ച് പഠനം നടത്തി ഗവേഷണം നടത്തി ഡിഗ്രി പാസ്സായി PG എടുത്ത് അധ്വാനിച്ച് ഉറക്കമഴിച്ച് ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളത്തിന്റെ, നമ്മുടെ വിയർപ്പിന്റെ അംശം ഈ ഉമ്മത്തിലെ പാവപ്പെട്ടവർക്ക്, ദീനീ സ്ഥാപനങ്ങൾക്ക്, അല്ലാഹുവിന്റെ വഴിക്ക് നമ്മുടെ വിയർപ്പിന്റെ തുണ്ടുകൾ നമ്മൾ ദാനമായി കൊടുക്കുന്നത് സ്വർഗത്തിന്റെ വാതിലുകളാണ് തുറക്കുന്നത്. മുആദേ, അസ്സദഖ, ദാനധർമ്മം പാപങ്ങളെ കരിച്ചു കളയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുന്നു സ്വർഗ്ഗവാതിലുകൾ. വസ്വലാത്തുർ റജുലി ബിജൗഫിൽ ലൈൽ, രാത്രിയുടെ ഉള്ളിൽ വെച്ച് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഉറങ്ങുമ്പോ സുബ്ഹിയുടെ മുമ്പ് ഖിയാമുൽ ലൈൽ വേണം. എന്നിട്ട് ഹബീബായ തങ്ങൾ സൂറത്തു സജ്ദയിലെ ആയത്തോതി, തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. രാത്രികാലങ്ങളിൽ ഉറങ്ങി തീർക്കാതെ രാത്രിയുടെ യാമങ്ങളിൽ സ്വന്തം ശരീരം ബെഡിൽ നിന്ന് ഉയർത്തുന്നവരെ, തതജാഫാ ജുനൂബുഹും, അവരുടെ ശരീരം താനേ ഉയർന്നു പോകും ബെഡിൽ നിന്ന്. അലാറം വെക്കേണ്ട ആവശ്യം പോലില്ല. അവരുടെ ബോഡി ക്ലോക്ക് വർക്ക് ചെയ്യും. പടച്ചവനെ, നിസ്കരിക്കേണ്ട നേരമായി, സുബഹി വാങ്ങ് കൊടുക്കാൻ ഇനി വളരെ കുറഞ്ഞ നേരമേ ഉള്ളൂ, എഴുന്നേൽക്കണ്ടേ എന്ന് പറഞ്ഞ് അവരുടെ പാർശ്വഭാഗങ്ങൾ താനേ ഉയർന്നു പോകുന്ന ആളുകള്. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ, അല്ലാഹുവിനെ പ്രതീക്ഷയിലും ആശയിലും പേടിയിലും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ആളുകള്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അല്ലാഹു നൽകിയതിൽ നിന്ന് അല്ലാഹുവിന് ദാനം ചെയ്യുന്ന ആളുകള് എന്ന് നബി തങ്ങൾ ആയത്തോതി. സ്വർഗത്തിന്റെ മൂന്ന് വാതിലുകളാണ് നബി തങ്ങൾ പറഞ്ഞത്. ഒന്ന് ദാനധർമ്മം, ഒന്ന് സുന്നത്ത് നോമ്പ്, മൂന്നാമത്തേത് നബി തങ്ങൾ ഓതിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സൗമു ജുന്ന, സുന്നത്ത് നോമ്പ്, ദാനധർമ്മങ്ങൾ, പിന്നെ രാത്രികാലത്തെ നിസ്കാരം. ഇങ്ങനെ 3 വിഷയങ്ങൾ ഹബീബായ തങ്ങൾ ആ ഒരു ഹദീസിലൂടെ പറഞ്ഞു കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഒരു അവസരം വരുന്നു. നമ്മുടെ സഹോദരിമാരുടെ ഭാഗത്തേക്ക്, സഹോദരന്മാരുടെ ഭാഗത്തേക്കൊക്കെ നമ്മുടെ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും സഹകരിക്കും, ദാനധർമ്മങ്ങൾ ചെയ്യും. നമ്മുടെ പാപങ്ങൾ അല്ലാഹു കരിച്ചു കളയട്ടെ, അല്ലാഹു മാപ്പ് ചെയ്തു നൽകട്ടെ. തങ്ങൾ അവസാനമായി ചോദിച്ചു മുആദ് എന്നവരോട്, ഒരു ചെറുപ്പക്കാരനാണിത്, അലാ അദുല്ലുക അലാ മിലാകി ദാലിക കുല്ലിഹി, ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരു സംഗതിയുണ്ട്, ഞാനൊന്ന് പറഞ്ഞു തന്നോട്ടെ. ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരു കാര്യം, ഈ അമലുകളെല്ലാം നിയന്ത്രിക്കുന്ന, അമലുകളുടെ എല്ലാം ചൂഴ്ന്നു നിൽക്കുന്ന ഒരു വിഷയമുണ്ട്. അതേതാണെന്ന് അറിയുമോ? പഠിപ്പിച്ചു തരൂ നബിയേ. ഹബീബായ നബി തങ്ങൾ അവിടുത്തെ വിരലുകൊണ്ട്, നാവ് കൈകൊണ്ട് പിടിച്ചുകൊണ്ട് പറഞ്ഞു, മുആദേ മുആദേ കുഫ്ഫ അലൈക ഹാദാ, ഈ നാവ് നിങ്ങൾ സൂക്ഷിക്കണമേ. അതുകൊണ്ട് നിങ്ങൾ തിന്മ പറയരുതേ, അസഭ്യങ്ങൾ പറയരുതേ, ആ നാവിനെ സൂക്ഷിക്കണമേ.
മുആദ് എന്നവരെ ചോദിച്ചു, വഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലമു ബിഹി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങളെ കൊണ്ട് നാളെ അല്ലാഹുവിന്റെ ചോദ്യമുണ്ടോ? അല്ലാഹുവിന്റെ ചോദ്യമുണ്ട് നബിയെ. നമ്മൾ പറയുന്ന വാക്കുകൾക്ക് നാളെ ശിക്ഷയുണ്ടോ? ഇത് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സകിലത്ക ഉമ്മുക യാ മുആദ്. മുആദേ, നിങ്ങൾക്ക് എങ്ങനെ ഇതറിയാതെ പോയി? വഹൽ യകുബ്ബുൻ നാസ അലാ വുജൂഹിഹിം ഔ ഖാല അലാ മനാഖിരിഹിം ഇല്ലാ ഹസ്വാഇദു അൽസിനതിഹിം. മനുഷ്യര് നാവുകൊണ്ട് പറയുന്ന വാക്കുകൾ കൊണ്ടല്ലാതെ നരകത്തിലേക്ക് മുഖത്തിന്റെ മീതയും മൂക്കിന്റെ മീതയും വലിച്ചിഴക്കപ്പെടുന്നത് മനുഷ്യന്റെ നാവ് കൊണ്ടുണ്ടായ വിനകളല്ലയോ മുആദേ? നാവ് സൂക്ഷിക്കണേ. ഈ പറഞ്ഞ എല്ലാറ്റിന്റെയും അടിസ്ഥാനം മനുഷ്യന്റെ നാവാണ്. ഒരു അടിപിടി ഉണ്ടാവുന്നത് ഒരാളുടെ വാക്കുകളാണ്. അവൻ അത് പറഞ്ഞു, ഇവൻ ഇത് പറഞ്ഞു, അയാൾ അത് പറഞ്ഞു, ഇയാൾ ഇത് പറഞ്ഞു. മനുഷ്യൻ പറഞ്ഞ വാക്കുകളാണ് യുദ്ധങ്ങളായി മാറുന്നത്, വാക്കുകളാണ് പ്രശ്നങ്ങളായി മാറുന്നത്. മനുഷ്യന്റെ നാവ്, ഇത് സൂക്ഷിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അല്ലാഹുവിന് വേണ്ടി ധർമ്മം ധർമ്മമായും സത്യം സത്യമായും പറയേണ്ടിടത്ത് നമ്മൾ പറഞ്ഞേ പറ്റൂ, അവിടെ പേടിക്കേണ്ടതില്ല. പക്ഷേ അധർമ്മത്തിന് വേണ്ടിയോ തിന്മയ്ക്ക് വേണ്ടിയോ ചേരി തിരിവുണ്ടാക്കുന്നതിന് വേണ്ടിയോ പരസ്പരം തമ്മിലടിക്കാനോ മനുഷ്യന്റെ നാവ് ഉപയോഗിക്കല്ലേ എന്ന് മുആദ് റളിയല്ലാഹു തആല അൻഹുവിന് കൊടുത്ത ഉപദേശം മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ജീവിതത്തിൽ നമുക്ക് അനുവർത്തിക്കാൻ പറ്റുന്ന സ്വർഗവാതിലുകളിലേക്ക്, ശാശ്വത ഭവനത്തിലേക്ക് പോകാനുള്ള എളുപ്പ വഴികളായി നിബിധങ്ങൾ പറഞ്ഞ വിഷയങ്ങളാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിന് 8 വാതിലുകളുണ്ട് എന്ന് പറഞ്ഞപ്പോ നിസ്കാരം ഇഷ്ടപ്പെടുന്നവരെ നിസ്കാരത്തിന്റെ വാതിലിലൂടെ വിളിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോ, സ്വതക്കയുടെ ആളുകളെ ബാബു സ്വതക്കയിലൂടെ വിളിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോ, നോമ്പ് ഇഷ്ടപ്പെടുന്നവരെ ബാബു റയ്യാനിലൂടെ അള്ളാഹുവിന്റെ മലക്കുകൾ അവരെ വിളിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു പോയി, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, ഹൽ യുദ്ആ അഹദുൻ മിൻ കുല്ലിൽ അബ്വാബി ഥമാനിയ. നബിയെ, 8 വാതിലിലൂടെയും ഒരാളെ വിളിക്കപ്പെടുമോ? ഓരോരുത്തരെ ഓരോന്ന് ഇഷ്ടമുള്ളവരുണ്ടാകുമല്ലോ, അവരെ ഓരോന്നിലൂടെ വിളിക്കുമ്പോ 8 വാതിലിലൂടെ 8 കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹുവിന്റെ മലക്കുകൾ അങ്ങനെ ആരെങ്കിലും 8 വാതിലിലൂടെയും വിളിക്കുമോ എന്ന് പറഞ്ഞപ്പോ നഅം വഅർജു അൻ തകൂന മിൻഹും, സിദ്ദീഖ് എന്നവരെ നിങ്ങൾ അവരിൽ പെട്ടവരാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിന്റെ 8 വാതിലൂടെയും വിളിക്കപ്പെടുന്ന സൗഭാഗ്യം പറഞ്ഞു കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, ഈ ഒരു നന്മകൾ, സ്വർഗത്തിലേക്ക് പോകാനുള്ള അമലുകൾ കയ്യിലുണ്ടെങ്കിൽ പിന്നെ അതിനെ കാത്തിരിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ഉമൈർ ഇബ്നുൽ ഹമാം റളിയല്ലാഹു അൻഹു ബദർ യുദ്ധം നടക്കുമ്പോ ഏതാനും കാരക്ക തിന്നുമ്പോഴാണ് മുത്തനബി തങ്ങൾ പറഞ്ഞത്, ബദരീങ്ങളെ, യാ അഹ്ല ബദർ, അല്ലാഹു പറയുന്നു, യഅമലൂ മാ ശിഅ്തും ഖദ് ഗഫറല്ലാഹു ലക്കും. ബദരീങ്ങളെ, അല്ലാഹു നിങ്ങൾക്കെല്ലാം പുറത്തു തന്നിരിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാം. യാ അഹ്ല ബദർ, ബദരീങ്ങളെ, മാ ബൈനകും വബൈനൽ ജന്നതി ഇല്ലാ അൻ യഖ്തുലകും ഹൗലാഇ ഫതദ്ഖുലൂനൽ ജന്നah. സ്വഹാബികളെ, നിങ്ങളെങ്ങാനും വധിക്കപ്പെടുകയാണെങ്കിൽ പോകുന്നത് സ്വർഗത്തിലേക്കാണ്, അതിനിടയിൽ മറ്റൊരു തടസ്സമില്ല എന്ന് ബദരീങ്ങളെ നോക്കി നബി തങ്ങൾ പറഞ്ഞപ്പോഴാണ് ബദരിയായ സ്വഹാബി ഉമൈർ ഇബ്നുൽ ഹമാം റളിയല്ലാഹു അൻഹു കാരക്ക തിന്നുന്നു. എന്തിന്? യുദ്ധത്തിന് പോകുമ്പോ ഭക്ഷണം വേണം. 2 കാരക്കയാണുള്ളത്. ആ കാരക്കയിലേക്ക് നോക്കി പറഞ്ഞു, ഈ കാരക്ക ചവച്ചരച്ച് ഞാനെന്ന് ഇറക്കുന്ന നേരം എന്തിനിവിടെ നിൽക്കണം? അത് സ്വർഗത്തിലെത്താൻ നേരം വൈകുമല്ലോ എന്ന് പറഞ്ഞ്, അത്രയും പെട്ടെന്ന് എനിക്ക് വയ്ക്കൂടെ എന്ന് പറഞ്ഞ് ആ കയ്യിലുള്ള കാരക്ക വലിച്ചെറിഞ്ഞ് യുദ്ധമുഖത്തേക്ക് ഇറങ്ങി ഷഹീദായ ബദരിയായ സ്വഹാബിയാണ് നമ്മൾ മജ്ലിസുൻ നൂറുകളിലൊക്കെ ചൊല്ലുന്ന മഹാനായ ഉമൈർ ഇബ്നുൽ ഹമാം റളിയല്ലാഹു തആല അൻഹു. ആ കാരക്ക പോലും അങ്ങ് ഇറക്കി വെച്ചു. അല്ലാഹുവിന്റെ ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ പള്ളിയിലേക്ക് വരണേ എന്ന് പറയുമ്പോ നമുക്ക് എത്ര താമസമാണ്. നമ്മുടെ ജോലി കഴിയട്ടെ, നമ്മുടെ ഈ ഒരു അസൈൻമെന്റ് അങ്ങ് തീരട്ടെ, നമ്മുടെ ഈ ഒരു വർക്കൊന്ന് തീരട്ടെ, എന്റെ ഉറക്കൊന്ന് തീരട്ടെ, വിശ്രമം ഒന്ന് തീരട്ടെ, എത്രയാ നമ്മൾ വൈകിപ്പിക്കുന്നത്. സ്വർഗത്തിലേക്കുള്ള വഴിയാണതെന്ന് പറഞ്ഞപ്പോഴേക്കും ഇതാ കാരക്ക പോലും കയ്യിൽ നിന്ന് വലിച്ചെറിഞ്ഞ് ഞാനത് തിന്നാനെടുക്കുന്ന സമയം അതൊരുപാട് നേരം വൈകുമല്ലോ സ്വർഗത്തിലെത്താൻ
എന്ന് പറഞ്ഞ് അള്ളാഹുവിന് വേണ്ടി സ്വർഗലോകത്തേക്ക് ഓടിയണഞ്ഞ ഹബീബിന്റെ ബദരിയായ സ്വഹാബി ഉമൈർ ഇബ്നുൽ ഹമാം റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ ഓർക്കുകയാണ് ഇവിടെ. ആ ശാശ്വതമായ ഭവനത്തിലേക്കുള്ള വിഭവങ്ങൾ ഒരുക്കി വെച്ചവർക്ക് എന്തിനു പേടിക്കണം? ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ജഅഫർ ഇബ്നു അബീ ത്വാലിബ് എന്നവരെ മുഅ്തയിൽ നിൽക്കുമ്പോ, യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോ, റോമക്കാരന്റെ വളരെ നൂതനമായ ആയുധങ്ങളുടെ മുമ്പില് സ്വഹാബിമാര് പിടഞ്ഞു ഷഹീദാകുമ്പോ ജഅഫർ തങ്ങൾ പാടിയ കവിതയുണ്ട്. ആർക്കാണ് യുദ്ധമുഖത്ത് വെച്ച് കവിത പാടാൻ കഴിയുക? ആരാണ് യുദ്ധമുഖത്ത് കവിത പാടുന്നത്? മനസ്സമാധാനമുള്ളവരല്ലാതെ. അങ്ങനെ തൂക്കുകയറിന്റെ മുമ്പിൽ വെച്ച് കവിത ചൊല്ലിയ സ്വഹാബിമാരുണ്ട്. തൂക്കിക്കൊല്ലാൻ നിൽക്കുമ്പോ കവിത ചൊല്ലിയിട്ടുണ്ട്. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവരെ, ജഅഫർ എന്നവരെ മുഅ്തയിൽ ചൊല്ലിയ കവിത തൊട്ടടുത്തുള്ള സ്വഹാബിമാരെ കേട്ടു. എന്താണ് പറയുന്നത്? യാ ഹബ്ബദൽ ജന്നതു വഖ്തിറാബുഹാ മുതയ്യബുൻ വബാരിദുൻ ശറാബുഹാ والروم روم قد دنا عذابها كافرة بعيدة أنسابها وعلي إن لاقيتها ضرابها. സ്വർഗമേ സ്വർഗമേ, നീ അടുത്തെത്തിയിരിക്കുന്നുവല്ലോ. നീ എന്തൊരു മനോഹരമാണ്, നിന്റെ വെള്ളത്തിന് എന്തൊരു തണുപ്പാണ്, എത്ര മനോഹരമാണ് സ്വർഗമേ എന്ന് പറഞ്ഞ് യുദ്ധമുഖത്തേക്ക് ഇറങ്ങിയ മഹാനായ ജഅഫർ ത്വയ്യാർ റളിയല്ലാഹു അൻഹു അവര് ജീവിച്ചിരിക്കുന്നവരാണെന്നാ ഖുർആൻ പറഞ്ഞത്. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹുവിന്റെ വഴിയിൽ വധിക്കപ്പെടുന്നവരെ, ബായാറിൽ നമ്മുടെ ഒരു സാധുവായൊരു മുഅല്ലിം അക്രമികളാൽ വധിക്കപ്പെട്ടു കഴിഞ്ഞു. അല്ലാഹുവേ, ആ ഉസ്താദിന്റെ ഖബറിടം നീ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ. ആശുപത്രി കിടക്കകളിൽ കിടന്ന് ഇല്ല, അവര് വഫാത്തായില്ല, ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് പറയുന്നു. അല്ലാഹുവേ, അദ്ദേഹത്തിന് ശിഫ കൊടുക്കണേ തമ്പുരാനെ, ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ അവരുടെ മുറിവുകൾക്ക് ശമനം നൽകണേ തമ്പുരാനെ. ആരോ അങ്ങനെ പറഞ്ഞു, ഒരു വഫാത്തായി എന്ന്. അല്ലാഹ് ഇല്ലെങ്കിൽ അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, അല്ലാഹു സലാമത്ത് കൊടുക്കട്ടെ. ഈ ഉമ്മത്തിന് വേണ്ടി ഉമ്മത്തിന്റെ അടയാളങ്ങൾ കൊണ്ടു നടന്നതിന്റെ പേരിൽ ഒരാൾ വധിക്കപ്പെടാന്ന് പറഞ്ഞാൽ ഷഹാദത്താണത്. അവരൊരിക്കലും അങ്ങനെ സംഭവിച്ചവര് എത്രയോ ആളുകള് നമ്മുടെ നാടുകളിൽ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അവരൊന്നും തന്നെ മരിച്ചവരെന്ന് പറയല്ലേ, അവര് യുർസഖൂൻ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അവർ അല്ലാഹുവിന്റെ അരികത്ത് റിസ്ക് നൽകപ്പെടുന്ന ജീവിച്ചിരിക്കുന്നവരാണെന്ന് സൂറത്ത് ആലി ഇംറാനിലൂടെ അല്ലാഹു തആല പറയുന്നു. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ അനുഭവം അങ്ങനെയായിരുന്നു. മക്കയിൽ വെച്ചാണ് നടന്ന സംഭവം. ഹുബൈബ് തങ്ങൾ മക്കയിൽ, റസൂലുള്ളാഹി തങ്ങൾ മദീനയിലെ. അവർ ചോദിച്ചു, ഹുബൈബേ, അന്ത്യാഭിലാഷമുണ്ടോ? ഹുബൈബ് തങ്ങൾ പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം. 2 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കണം. എന്തിനാണ് ഈ കൊല്ലുന്നതെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, സർവേശ്വരനായ അല്ലാഹു മാത്രമാണ്, കാണാൻ കണ്ണുകളെ കൊണ്ട് കാണപ്പെടാത്തവൻ, എന്നാൽ കണ്ണുകളെ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും നൽകിയവൻ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ പടച്ചവൻ. ആ സൃഷ്ടാവ് ഒരുവനാണ്, ഒരുത്തനാണ്. അവന് രൂപങ്ങളില്ല, അവന് മൂർത്തികളില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം വേറെ ഒരു തെറ്റും ആ നാട്ടുകാരെ ഉപദ്രവിക്കാൻ പോയാളല്ല. ആ നാട്ടുകാരെ ഒന്നും ചെയ്തിട്ടില്ല. അതിന്റെ പേരിൽ ദാരുണമായി, നിഷ്ഠൂരമായി കൊലക്കയറിൽ കൊല ചെയ്യപ്പെട്ട സ്വഹാബിയാണ് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു. ഹുബൈബ് ഇബ്നു അദി ചോദിച്ചു, അന്ത്യാഭിലാഷമുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്, 2 റക്അത്ത് നിസ്കരിക്കണം. വളരെ മനോഹരമായി 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയിട്ട് പറഞ്ഞു, ഞാൻ പിന്നെ ഒരുപാട് നേരം അങ്ങ് അല്ലാഹുവിന്റെ മുമ്പിൽ ഇരുന്നാലോ എന്ന് ആഗ്രഹിച്ചു പോയതാണ്. പക്ഷേ ഞാൻ എന്റെ നിസ്കാരം നീട്ടിക്കൊണ്ടുപോയാൽ നിങ്ങൾ പറയും ഹുബൈബ് ഇബ്നു അദിയിന് മരിക്കാൻ പേടിയാണെന്ന്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തിയതാണ് എന്റെ നിസ്കാരം. എനിക്ക് എന്റെ റബ്ബിന്റെ മുമ്പിൽ തക്ബീർ ചൊല്ലിയാൽ ഒരുപാട് നേരം ഇരിക്കാൻ ആഗ്രഹം തോന്നാറുണ്ട്. പക്ഷേ ഞാനിത് ചുരുക്കുകയാണ്. ഞാൻ ഭീരുവാണെന്ന് പറഞ്ഞേക്കും, എന്നാൽ എനിക്ക് ഭീരുത്വമില്ല.
മഹാനായ ഖുബൈബ് തങ്ങളുടെ മുമ്പിൽ വലിയ വലിയ മുന്തിരി കുലകൾ കാണാറുണ്ടായിരുന്നുവെന്ന് ഖുബൈബ് എന്നവരെ തടവിലാക്കിയപ്പോ അതിന്റെ പരിസരത്ത് വീട്ടുകാര് പറയാറുണ്ട്, വമാ ബിമക്കത മിൻ ഇനബ്, മക്കയിലാണെങ്കിലോ ഒരു മുന്തിരിയുടെ ഒരു തരി പോലുമില്ല. ആ സമയത്ത് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ അടച്ചിട്ട റൂമിന്റെ ഉള്ളിലെ മുന്തിരി കുലകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് അല്ലാഹു നൽകിയ കറാമത്തായിരുന്നവത്. ആ മഹാനുഭാവനെ കൊലക്കയറിലേക്ക് അബൂ സുഫിയാൻ എന്നവര് അന്ന് ആനയിക്കുമ്പോ ചോദിച്ചു, ഖുബൈബേ, ഇതൊക്കെ നിങ്ങൾക്ക് വന്നത് മുഹമ്മദ് നബിയെ വിശ്വസിച്ചതിന്റെ പേരിലാണ്, നിങ്ങൾക്ക് പകരം മുഹമ്മദ് നബി ഞങ്ങൾ തൂക്കിലേറ്റിയാലോ എന്ന് ചോദിച്ചപ്പോഴല്ലേ പറഞ്ഞത്, വേണ്ട വേണ്ട വേണ്ട, ഞാൻ എന്റെ വീട്ടിലിരിക്കുമ്പോൾ എന്റെ റസൂലിന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ഖുബൈബ് തങ്ങൾ 4 വരി പാടിയിട്ടുണ്ട് അവിടെ. വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമാ അലാ അയ്യി ശിഖ്ഖിൻ കാന ലില്ലാഹി മസ്റഈ وذلك في ذات الإله وإن يشأ يبارك على أوصال شلو ممزعي. യുദ്ധമുഖത്തുള്ള പോലെ തൂക്കിലേറ്റപ്പെടാൻ പോകുമ്പോ കവിത ചൊല്ലുന്ന ആർക്കാ കവിത ചൊല്ലാൻ കഴിയ? തൂക്കിലേറ്റപ്പെടാൻ പോകുന്ന നേരത്തെ സംസാരിക്കാൻ കഴിയോ മര്യാദക്ക്? പക്ഷേ ഖുബൈബ് എന്നവരെ ആ ശാശ്വത ഭവനത്തിലേക്കുള്ള വിഭവങ്ങൾ എടുത്ത സ്വഹാബിയാണ്. ഹബീബായ നബി തങ്ങളോടൊരു സലാം പറഞ്ഞു. മഹാനവറുകൾ പറയാണ്, മുത്തനബി തങ്ങൾ മദീനയിൽ, ഖുബൈബ് എന്നവര് മക്കയിലെ മഹാനായ നബി തങ്ങളോട് വിഷയം അറിയിക്കാൻ കഴിയാതെ വന്നപ്പോ ഖുബൈബ് റളിയല്ലാഹു അൻഹു ഹബീബിന് ഒരു മെസ്സേജ് അയച്ചു. അല്ലാഹുവിന്റെ വഴിയിൽ, അല്ലാഹുമ്മ അഖ്ബിർ റസൂലക മാ നൽഖൽ ഗദാ, അല്ലാഹുവേ, നാളെ എന്താണോ ഇവരെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പോകുന്നതെന്ന് നിന്റെ റസൂലിനെ ഒന്ന് അറിയിച്ചു കൊടുക്കണേ, എന്റെ റസൂലിനെ അറിയിച്ചു കൊടുക്കണേ, നാളെ ഇവരെന്നെ കൊല്ലാൻ പോവുകയാണെന്ന്. മുത്തനബി ഞങ്ങൾ മദീനയിലുണ്ട്. മഹാനായ മൂസ ബിൻ ഉഖബ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയുന്നുണ്ട്, വഅലൈക്കസ്സലാം യാ ഖുബൈബ്, അസ്സലാമു അലൈക യാ ഖുബൈബ്, അസ്സലാമു അലൈക യാ ഖുബൈബ്. അല്ലാഹുവേ, എന്റെ റസൂലിനെ അറിയിക്കണേ എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ആ സലാമിന് മറുപടി വന്നു, ഖുബൈബേ, നിങ്ങൾക്ക് സലാം. 3 തവണ റസൂൽ സലാം പറഞ്ഞു. റസൂല് മദീനയിലാണ്, ഖുബൈബ് എന്നവര് മക്കയിലാണ്. അങ്ങനെ അല്ലാഹുവിന് വേണ്ടി സ്വർഗം വാങ്ങിയ സ്വഹാബിയാണ് ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു. പക്ഷേ ജീവിതം ഇല്ലായ്മ ചെയ്യുന്നവരെ, ജീവിതത്തിന്റെ വില മനസ്സിലാക്കാതെ ജീവിക്കുന്നവരെ, സമയം കൊന്നുകളയുന്നവരെ, ആർഭാടങ്ങളിലും ദുനിയാവിന്റെ എന്റർടൈൻമെന്റുകളിലും സമയം കളയുന്നവരെ സൂക്ഷിക്കണേ, പേടിക്കണേ. എത്രയോ രാജാക്കന്മാർ നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ ആളുകള്, ഹാറൂൻ റഷീദിനെ പോലെയുള്ള ആളുകള്, മേഘങ്ങളെ നോക്കിയിട്ട്, മേഘമേ നീ എവിടെ പോയി മഴ വർഷിച്ചാലും നീ കൊണ്ടുണ്ടാകുന്ന വിഭവം, ചെടികളുടെ ഖറാജ്, അതിന്റെ ടാക്സ് എന്റെ കൂഫയിലേക്ക്, ബഗ്ദാദിലേക്ക് അതിന്റെ ടാക്സ് വരുമെന്ന് മേഘത്തെ നോക്കി പറയുമായിരുന്ന, ചൈന വരെ കിടക്കുന്ന വലിയൊരു സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന ഹാറൂൻ റഷീദ് മരിക്കാൻ കിടക്കുമ്പോ പറഞ്ഞു, യാ മല്ലാ യസൂലു മുൽക്കുഹു ഇർഹം മൻ സാല മുൽക്കുഹു, അധികാരം നീങ്ങിപ്പോകാത്തവനെ, അധികാരം നഷ്ടപ്പെട്ടു പോയി എന്നോട് കരുണ കാണിക്കണേ എന്ന് കിടപ്പറയിൽ കിടന്ന് കരഞ്ഞുകൊണ്ടാണ് ഹാറൂൻ റഷീദിന്റെ മരണം. 90,000 ആളുകളെയും കൊണ്ട് തുർക്കിയിലെ അമൂരിയയിലേക്ക് സൈന്യത്തെ നയിച്ച അൽ മുഅ്തസിം 30 വയസ്സാകുമ്പോഴേക്കും മരണം വന്നപ്പോ പേടിച്ചുപോയി. ഡോക്ടർമാര് മുഴുവൻ കൈയൊഴിഞ്ഞു, മുഅ്തസിമേ നിങ്ങൾക്ക് മരണമാണെന്ന് പറഞ്ഞപ്പോ അയാള് നിലവിളിച്ചത് ചരിത്രത്തിലുണ്ട്, ഞാൻ അറിഞ്ഞില്ല, വല്ലാഹി ലൗ കുൻതു അഅലമു അന്നി അമൂതുൽ യൗം മാ ഫഅൽതു മിനൽ മആസി. ഇത്രയും യൗവനത്തിലെ അല്ലാഹു എന്നെ കൊണ്ടുപോകുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഈ ചെയ്ത തിന്മകളൊന്നും ഞാൻ ഒരിക്കലും ചെയ്യില്ലായിരുന്നല്ലോ എന്ന് 90,000 വരുന്ന സൈന്യത്തിന് നേതൃത്വം കൊടുത്ത മുഅ്തസിം ബില്ലാ നിലവിളിച്ചുകൊണ്ടാണ് ലോകത്തോട് വിട പറഞ്ഞത്. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുകയും നേർവഴിയിൽ ജീവിക്കുകയും ചെയ്തവരെ, തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ മരണസമയത്ത് അവരുടെ മുമ്പിലേക്ക് ഇറങ്ങി വരും. അല്ലാ തഖാഫൂ, പേടിക്കല്ലേ, ഭയപ്പെടല്ലേ, വലാ തഹ്സനൂ, നിങ്ങൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് സങ്കടപ്പെടേണ്ടതുമില്ല. വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ,
നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തും നിങ്ങളുടെ രക്ഷകൻ ഞാൻ തന്നെയാണ്. വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുകും, നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് അവിടെ തരും. വലക്കും ഫീഹാ മാ തദ്ദഊൻ, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നു. നുസുലം മിൻ ഗഫൂരിർ റഹീം, ഇത് കാരുണ്യവാന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവന്റെ സൽക്കാരമാണ്. സൽക്കാരമാണ്. അല്ലാഹുവേ, ആ ഒരു സൽക്കാരത്തിലേക്ക് ഞങ്ങളെ എത്തിക്കണമേ തമ്പുരാനെ. നിന്റെ മാലാഖമാരുടെ സാന്ത്വനം കേട്ട് ലോകത്തോട് യാത്ര പറയുന്ന ശാശ്വത ഭവനത്തിലേക്കുള്ള ഒരു യാത്ര സന്തോഷത്തിന്റെ യാത്രയാക്കി മാറ്റി നൽകണമേ തമ്പുരാനെ. അബ്ദുൽ മലിക് ഇബ്നു മർവാൻ അമവി ഭരണകൂടത്തിന്റെ രണ്ടാമത്തെ ശില്പി. അദ്ദേഹം അബ്ദുൽ മലിക് ഇബ്നു മർവാൻ മരിക്കാൻ കിടക്കുമ്പോഴാണ് ഒരു അലക്കുന്ന ആള്, ലോണ്ട്രി, മനുഷ്യരുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുന്ന ഒരു തൂപ്പുകാരൻ, അലക്കുന്ന ഒരു അലക്കുകാരൻ ഒരു കല്ലിന്റെ അരികത്ത് നിന്ന് വസ്ത്രം അലക്കുമ്പോ മൂളിപ്പാട്ട് പാടിയപ്പോ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ പറഞ്ഞു പോയിട്ടുണ്ട്, അല്ലാഹുവേ പടച്ചവനെ, കൊതിച്ചു പോവുകയാണ്. യാ ലൈതനി ഗസ്സാലൻ, ഞാൻ ജനങ്ങളുടെ വസ്ത്രം അലക്കി കൊടുക്കുന്ന ഇവനെ പോലെ ആരോഗ്യത്തിൽ കഴിഞ്ഞിരുന്നുവെങ്കിലെന്ന്. നമ്മൾ ആലോചിക്കുക, ഏത് കോടീശ്വരനാവട്ടെ, ക്യാൻസർ പോലുള്ള ഏതെങ്കിലും ഒരു ഡെഡ്ലി അസുഖം വന്നിട്ട് വെന്റിലേറ്റർ കിടക്കുമ്പോ കോടിക്കണക്കിന് സ്വത്തുകളുണ്ട്, പക്ഷേ മരുന്ന് വാങ്ങിക്കൊടുക്കാനൊന്നില്ല, മരുന്ന് ദേഹത്തേക്ക് ഫലിക്കുന്നില്ല, ഡോക്ടർമാര് കൈയൊഴിയുന്നൊരു നേരത്ത് ആ കിടക്കുന്ന റൂം തൂത്തുവാരാൻ വരുന്ന ഏതെങ്കിലും ഒരു സാധാരണക്കാരന്റെ ആരോഗ്യമെങ്കിലും തന്ന് എന്റെ സമ്പത്ത് മുഴുവൻ നീ എടുത്ത റബ്ബേ, എനിക്ക് ഈ റൂമിൽ വന്നു പോകുന്ന സാധാരണക്കാരന്റെ ഒരാരോഗ്യം നൽകുമോ എന്ന് മനുഷ്യൻ ആഗ്രഹിച്ചു പോകുന്നൊരു നേരമില്ലേ? അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്ന രാജവംശത്തിന്റെ രണ്ടാമത്തെ ശില്പി, അമവി രാജവംശത്തിന്റെ രണ്ടാമത്തെ ശില്പി, ആ മനുഷ്യൻ പറഞ്ഞു പോയ വാക്കാണത്. നമ്മളാർക്കും അങ്ങനത്തെ ഒരു ദുരവസ്ഥ വരാതിരിക്കട്ടെ. മഹാനായ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു, മദീന കണ്ട പ്രഗൽഭനായ ആലിം, ലോകം കണ്ട ആലിം, ഫുഖാക്കൾ മുഹദ്ദിസീങ്ങളിൽ അറിയപ്പെടുന്ന സഈദ് ബിൻ മുസയ്യിബ് എന്നവരെ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ ഇങ്ങനെ നിലവിളിച്ചിട്ടാണ് കരഞ്ഞത് എന്ന് കേട്ടപ്പോ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്ക് സ്തുതി. അല്ലഹും അല്ലദീ ജഅലഹും യഫിറൂന വഖ്തൽ മൗതി ഇലൈനാ വലാ നഫിറു ഇലൈഹിം. അല്ലാഹുവേ, മരണം വന്നപ്പോഴെങ്കിലും ഈ രാജാക്കന്മാർക്ക് ബോധ്യപ്പെട്ടല്ലോ നമ്മുടെ നിലപാടായിരുന്നു സത്യമെന്ന്, ദീനിന്റെ വഴിയായിരുന്നു സത്യമെന്ന്, അള്ളാഹുവിന്റെ വഴിയായിരുന്നു സത്യമെന്ന്. മരിക്കുമ്പോഴെങ്കിലും നീ ഇവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തല്ലോ എന്ന്. ഈ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ ഞാനൊരു അലക്കുകാരനായി ആയിരുന്നെങ്കിൽ എന്ന് കൊതിച്ചുപോയ ആ വാക്ക് കേട്ടപ്പോ സഈദ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അവരിലേക്കല്ലല്ലോ ഓടിയത്, അവര് നമ്മിലേക്കാണ് ഓടി വന്നത്. അതുകൊണ്ട് മുഅ്മിനേ, ഒരുങ്ങുക. അള്ളാഹുവിന്റെ വിളി എപ്പോഴാണെന്ന് നമുക്കാർക്കും അറിയില്ല. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്തു നൽകണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. മഗ്രിബിന്റെ മുമ്പ് അസറിന്റെ ഇടയിൽ വെള്ളിയാഴ്ച ദിവസം ദുആക്ക് ഉത്തരമുള്ള നേരമാണത്രേ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ ദുആയിന് ഉത്തരം നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥനയെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. പരിപാടി അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സ്വർഗ്ഗലോകത്തേക്ക് നമ്മുടെ സാദാത്യങ്ങളുടെ കൂടെ മഹാനായ ശംസുൽ ഉലമ വാങ്ങിന് ഉത്തരം കൊടുത്തുകൊണ്ട് മരിച്ച മഹാനായ പ്രതിഭയായ അലിമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സുബ്ഹി വാങ്ക് വിളിക്കുന്ന മുഅദ്ദിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ അതിന് മറുപടിയായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഇന്നത്തെ കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ വെച്ച് ആ ഒരു അവസാനത്തെ വചനത്തിന് കലിമത്തു തൗഹീദിന്റെ മറുപടി കൊടുത്തിട്ട് ലോകത്തോട് വിട പറഞ്ഞ ലോക പ്രശസ്തനായ ആലിമാണ്. നമ്മളൊക്കെ ജീവന തുല്യം സ്നേഹിക്കുന്ന മഹത്തായ സമസ്തയുടെ 40 കൊല്ലത്തെ നേതൃസ്ഥാനത്തിന് നമ്മെ നയിച്ച മഹാനായ പ്രതിഭ, മഹാനായ ശംസുൽ ഉലമ. അല്ലാഹുവേ, ആ മഹാനുഭാവന്റെ കൂടെ ദിക്റിലായി ആബിദായി ദാക്കിറായി ജീവിച്ച് ദാക്കിറായി മരിച്ച മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ കൂടെ, നമ്മുടെ മഹാന്മാരായ അലിമീങ്ങളുടെ കൂടെ, സാദാത്തീങ്ങളുടെ കൂടെ, റബ്ബേ മഹാനായ ജബ്ബാർ ഉസ്താദ്, അല്ലാഹുവേ സൈനുൽ ഉലമയും, മഹാനായ നാട്ടികവി മുസ മുസ്ലിയാർ, മഹാനായ KV മുഹമ്മദ് മുസ്ലിയാർ, മഹാനായ KT മാനു മുസ്ലിയാർ, എത്രയോ പ്രഗത്ഭരായ ആളുകൾ, കുമരമ്പത്തൂര് മുഹമ്മദ് മുസ്ലിയാർ, മഹാനായ
കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ, മഹാന്മാരായ ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ, എത്രയോ സാധുക്കളായ ആരിഫീങ്ങളായ വലിയ വലിയ ആലിമീങ്ങളാണ് ഈ സമസ്തയുടെ നേർവഴിയിലായി നാൾ വഴികളിലായി നമുക്ക് നേതൃത്വം നൽകി കടന്നുപോയത്. അവരോടൊപ്പം സ്വർഗലോകത്തേക്ക് എത്താൻ പരിശ്രമിക്കുക മുഅ്മിനെ. നമ്മൾ ദുആ ഇരക്കണം, പരിശ്രമിക്കുകയും വേണം. അല്ലാഹു തആല ഹബീബിനെയും അല്ലാഹുവിനെയും സ്നേഹിക്കുന്ന ഖൽബ് നമുക്ക് നൽകട്ടെ. കസറത്തു സുജൂദ് കൊണ്ട് സുജൂദ് വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. സുന്നത്ത് നോമ്പും ഖിയാമുൽ ലൈലും സ്വതക്കയും അല്ലാഹു നമുക്ക് വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ പരിപാടിയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇവിടെ വളരെ കുറഞ്ഞ